ഇന്ന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്രഷേഴ്സ് ഡേ ആണ്. ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രഷേഴ്സ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്രഷേഴ്സ് ഡേ ആണ് ഇന്ന്. അപ്പോൾ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോന്നു. ഇവിടെ 12 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഡാൻസിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പോന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എത്തി കേട്ടോ. 10 മണിക്ക് മുമ്പ് ഞാനിവിടെ എത്തിയായിരുന്നു. ആരും വന്നിട്ടുണ്ടായില്ല. പയ്യെ ഓരോരുത്തർ വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെയേഴ്സും എല്ലാ സാധനങ്ങളും ഞങ്ങൾ പുറകേൽ ഇങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. എന്നാലാണ് ഞങ്ങൾക്ക് കളിക്കാനൊരു സ്പേസ് കിട്ടുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. അപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞു ക്ലിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ വെച്ചേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പാട്ടൊക്കെ കണ്ടുപിടിക്കണതും ഡാൻസ് പ്രാക്ടീസ് ചെയ്യണതും സ്റ്റെപ്പൊക്കെ ഇടണതൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ചയായിട്ടുള്ളൊരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയായിട്ടുള്ള പ്രാക്ടീസ് ആണെങ്കിലും ഞങ്ങൾ ആകെ 2 ദിവസമാണ് കറക്റ്റായിട്ട് ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്തോളൂ. അതുവരെ ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്യുന്നൊരു ഇതിലായിരുന്നു. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാട്ട് കണ്ടുപിടിച്ച് പിന്നെ അത് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്തൊക്കെ ആക്കി വന്നപ്പോഴത്തേനും കുറേ ടൈം എടുത്തു. അങ്ങനെ വന്നപ്പോഴത്തേനുമാണ് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതൊക്കെ വെച്ച് ആകെ 2 ദിവസം കണ്ടാണ് ഞങ്ങൾ കറക്റ്റായിട്ട് ഡാൻസ് പ്രാക്ടീസ്. 2 ദിവസത്തിൽ പകുതി കുറച്ച് നേരം കണ്ടൊക്കെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. പിന്നെ പ്രാക്ടീസ് ചെയ്ത ടൈമിൽ നന്നായിട്ട് എല്ലാവരും കളിച്ച് ഇതാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനൽ ഡേ പ്രാക്ടീസ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. 12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി. കാര്യം 12:30 ആകുമ്പോഴത്തേനും ഹോളിലെത്തണം എന്ന് പറഞ്ഞ് സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി ഗ്രൂപ്പിൽ. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് എത്തണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവരുടെ ഹോസ്റ്റലിൽ പോയായിരുന്നു കേട്ടോ. ഹോസ്റ്റലിൽ പോയി അവർ അവിടെ ഒരുങ്ങായിരുന്നു. കുറച്ച് നേരം കൂടി വിളിക്കാനുണ്ടായി. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ഹോളിലേക്ക് പോവാണ്. പോകുന്ന വഴി ഞങ്ങളൊരു പൂച്ചേനെ കണ്ടു. ഒരു കറുത്ത പൂച്ച, ബ്ലാക്ക്. ഞാൻ പോയിക്കോട്ടെ. അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഓട്ടോ കയറി ഞങ്ങളിവിടെ വന്നു കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞാലും അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോ കയറി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓരോരുത്തരും ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായുള്ളൂ. എന്നിട്ട് ഞങ്ങൾ താഴെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ മേളിലേക്ക് കയറി പോവാണ്. മേളിൽ അവിടെ ആയിട്ടാണ് കേട്ടോ, ഹോളിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ടായില്ലായിരുന്നു. കുറേ പേര് വരാനുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയുള്ള ബോയ്സൊന്നും എത്തിയിട്ടുണ്ടായില്ലായിരുന്നു. പിന്നെ പല ബാച്ചുകളിലുള്ളവരും ഒന്നും വന്നിട്ടുണ്ടായില്ല. അതിന് ഇവന്മാർ വന്ന് അതിന് ഞങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കണമായിരുന്നു. ഇല്ലെങ്കിൽ താഴെ എഴുതി വെക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ പേരൊക്കെ എഴുതി അതിനകത്ത് വെച്ച് ഞങ്ങൾ എല്ലാവരും കസേരയിലൊക്കെ ഇരുന്ന് എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായുള്ളൂ. അയ്യോ ഇടി വരുന്ന കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് അധികം വൈകിക്കുന്നില്ല. നമുക്ക് നല്ലൊരു പാട്ടിലൂടെ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു സോങ്ങിനായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഫസ്റ്റ് എന്നൊരു സോങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി ഇങ്ങനെ നിൽക്കായിരുന്നു ഞങ്ങളുടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്.
കോപ്പിറൈറ്റ് വരുമെന്ന് പേടിച്ചിട്ടാട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ ഷോർട്സിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഡാൻസ് കഴിഞ്ഞ് ഞങ്ങൾ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തേതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു പോയെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാംസൊക്കെ സമാധാനത്തോടെ ഇരുന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ ഡാൻസ് ഇനി അയ്യോ കളിക്കാനുണ്ട് അങ്ങനെ ഒരു ഇത് വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡാൻസിന് അപ്പോ നമുക്ക് ആ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളിൽ ഒരാളെ തന്നെ നമുക്ക് ക്ഷണിക്കാം. ഓക്കെ, അമലാണ്. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാച്ചിലെ അമലാണ് ആ വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. സർപ്രൈസ് ഗിഫ്റ്റിനുള്ള വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ ആരായിരിക്കും? നമ്മുടെ ഫേസസ് ഓഫ് ഫെസ്റ്റ 2025ന്റെ ക്യൂരിയസ് ബോക്സ് ഓപ്പണിംഗ് വിന്നർ ഈസ് സ്വപ്ന ഫ്രം ഇന്റീരിയർ ഡിസൈനിംഗ്. ഞങ്ങളുടെ ക്ലാസ്സിലൊരു കൊച്ചിനായിരുന്നു ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ ബാച്ചുകളുണ്ട്. അപ്പോൾ അതിനകത്തത്തെ ഒരാളെ നമ്മുടെ ക്ലാസ്സിൽ ഗിഫ്റ്റ് കൊടുക്കുന്നതിനായി നമ്മുടെ ഡയറക്ടേഴ്സിൽ ഒരാളായ ഷീജ മാമിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. എല്ലാവരും കൊടുക്കാം. വാച്ച് ആണ് വാച്ച്. ഞങ്ങൾക്ക് ചെറിയൊരു സ്നാക്സ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫ്രൂട്ടിയും ഒരു സമൂസയായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ബാച്ചിൻ്റെ ഓരോ കുഞ്ഞു പരിപാടികളുണ്ടായോ. പാട്ടാണെങ്കിൽ അത് ഡാൻസും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതാ ഇപ്പോൾ DJ പ്രോഗ്രാമാണ്. ഇതാ നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ എല്ലാവരും ക്ഷീണിച്ചു കേട്ടോ. കുറേ നേരം ഇരുന്ന് ഭയങ്കര ഡാൻസും ഇതൊക്കെയായിരുന്നു. എല്ലാവരും ഒരുമിച്ചുണ്ടായി. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേന് എല്ലാവർക്കും വയ്യാണ്ടായി. ഞങ്ങൾ ലാസ്റ്റ് വരെ ഉണ്ടായിട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേന് ഒട്ടും പറ്റാണ്ടായി. ഞങ്ങളെല്ലാവരും വന്ന് കസേരയിലിരുന്ന് ലാസ്റ്റ് ഫൈനലായിട്ട് പാട്ടിടാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് എണീക്കാനും കൂടി പറ്റണ്ടായില്ലായിരുന്നു.
അവിടെ നിന്ന് എല്ലാവരും കളിച്ചു കൊണ്ടൊക്കെ ഇരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒട്ടും പറ്റണ്ടായില്ല. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു 5:30 ആയപ്പോഴത്തേനും തീർന്നു കേട്ടോ. അതിന് ഞാൻ അവിടെ കുറേ നേരം നിന്നില്ല, ഞാൻ വേഗം കൂടെ പോന്നു. എനിക്ക് വീട്ടിലേക്ക് പോരാനുള്ളതുകൊണ്ട് 2 ബസ് കയറി പോകണം. അപ്പോൾ ഞാൻ പ്രൈവറ്റിൽ കയറി, അതിന് KSRTC കയറിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.